വഴിയോര വായനശാല, മൈൽ സ്റ്റോൺ ജംഗ്ഷൻ. എപ്പോഴും നമ്മൾ വ്യത്യസ്തതകൾ തേടി പോകുന്നതാണ്. അതുപോലെ ഒരു വ്യത്യസ്തകരമായ ഒരു കാഴ്ചയാണ് കോട്ടയം കുടയമ്പടിയിലുള്ളത്. ഇപ്പോൾ കുടയമ്പടിയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം എന്നത് നമുക്ക് തൊട്ടു പിന്നിലുള്ള ഈ ഒരു ബസ് സ്റ്റോപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വായനശാല എല്ലാമാണ്. അതെന്താണ് നമുക്കൊന്ന് അവരോട് തന്നെ ചോദിച്ചിട്ട് വരാം. വാ. ചേട്ടാ, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ? എന്താണ് ചൂടേറിയ ചർച്ചകൾ? ബോബി ചെമ്മണ്ണൂരൊക്കെ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ഓരോ പേപ്പറിൽ ഓരോ വാർത്തകളാണല്ലോ ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുടയമ്പടിയിലെ വലിയൊരു വാർത്ത ഈ ഒരു ബസ് സ്റ്റാൻഡും അത് തന്നെ അത് നമ്മള് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇതിന്റെ സംഘാടകര് ഞങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ആളുകള് ഇത് കുമാർ ഡോക്ടറല്ലേ? കുമാർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ ജനകീയ ഡോക്ടറായിരുന്നു. ജനകീയ ഡോക്ടർ എന്ന് മാത്രമല്ല, അവിടെ എല്ലാ രംഗങ്ങളിലും കലയായിട്ടും സംസ്കാരമായിട്ടും ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിനും സജീവം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രക്ഷാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം എന്ന നിലയിലാണ് ഞങ്ങളുടെ ഒരു വെയിറ്റ് ഷെഡ് ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടേ ഞങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ആയിരുന്നു ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന് ഒരു വായനശാല എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റേ ലൈബ്രറി പോലെ വലിയ സംരംഭമല്ല. പക്ഷെ നമ്മുടെ ഈ പുതിയ കാലത്തിൽ ആളുകൾ വന്നു പോകുന്നപ്പം പലപ്പോഴും പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ആളുകളും ജോലിയുള്ളവരാണ്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പം ഇപ്പൊ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരക്കിനകത്ത് പലപ്പോഴും നമുക്ക് ഈ ദൈനംദിന വായന നടക്കില്ല. ആ തിരക്കിലേക്ക് ഓടി വരുമ്പോഴത്തേക്കിനൊന്ന് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു വെയിറ്റ് ഷെഡിനോട് ചേർന്നുള്ള വായനശാല. അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ച് ഒരു മനസ്സിലൊരു ആശയം ഉണ്ടാവുന്ന ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ സംഘാടനം ഞങ്ങളൊന്ന് ആലോചിച്ച് പറയും. അപ്പൊ ഞങ്ങളിത് കമ്മിറ്റിക്കകത്ത് ഇവരോടൊക്കെ ആലോചിക്കുക എങ്ങനെയാന്ന്. അവരതിനോട് ഫുൾ സപ്പോർട്ടോടെ നിന്ന് അങ്ങനെ ആണ് ഈ ഒരു സംരംഭം നമ്മളിവിടെ തുടങ്ങിയത്. എന്റെ ആദ്യ ഘട്ടത്തിലാണ് നിങ്ങളിത് കാണുന്നത് കേട്ടോ. നമ്മളൊരു 2 ആഴ്ചയുള്ളൂ തുടങ്ങിയിട്ട്. ആദ്യം നമ്മൾ പത്രങ്ങളും അതുപോലെ പത്രമാസികകളും ആണ് ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതും ചെറിയ തോതിലാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ ഗ്രൗണ്ട് സപ്പോർട്ട്, ആളുകളുടെ ഒരു സഹകരണങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല നിലയിലേക്ക് ആളുകൾ നോക്കിയാൽ ഏതെങ്കിലും വ്യത്യസ്തമായ പുസ്തകങ്ങളും അല്ലെങ്കിൽ വാരികളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകളുടെ ഒരു സഹകരണം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് വന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇയർ ബുക്കുകളൊക്കെ ഇവിടത്തേക്ക് സ്പോൺസറിങ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്റ്റാൻഡില്ലേ, ഈ സ്റ്റാൻഡൊക്കെ ഒരു ഷെൽഫാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ പണ്ടുപോലെ അല്പസ്വല്പം വായനയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഞങ്ങളുടെ ഒരാശയം എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട്, അതായത് ഇപ്പം ഞങ്ങളുടെ രക്ഷാധികാരി പറഞ്ഞതുപോലെ സമയമില്ലാത്തവർക്ക് ഓടിച്ചെന്ന് പെട്ടെന്നൊരു വാർത്ത അറിയാനുള്ള ഒരു അവസരം അത് ഒരുക്കാനായിട്ടാണ് ഞങ്ങളിതിലേക്ക് തുനിഞ്ഞത്. ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. അവിടെ ഇതിന് ഒരു 2 ലക്ഷം രൂപയോളം ഞങ്ങൾ ഇതിനായിട്ട് ചെലവഴിച്ചു. ഞങ്ങളുടെ സ്വന്തം പൈസ തന്നെയാണ്. ഒരു പൈസ പോലും ഞങ്ങൾ വെളിയിൽ നിന്ന് പിരിവെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ വനിതകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞങ്ങളുടെ വാർഷികമായിരുന്നു. ഞങ്ങളുടെ വാർഷികത്തിന് അതൊരു വനിതാ സബ് കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇതുപോലെ തന്നെ കുടുംബത്തിലുള്ള 20-ലധികം ആളുകളുണ്ട്. ഞങ്ങൾ 20 പേരാണ്. പക്ഷെ ഫാമിലി വരുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ വനിതാ സബ് കമ്മിറ്റി കഴിഞ്ഞ ഞായറാഴ്ച രൂപീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പരിപാടികൾ, ഉദ്ഘാടനങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഈ പൊതുപ്രവർത്തന രംഗത്തും പിന്നെ അവരുടേതായ ഐഡിയകൾ, അവരുടേതായ സങ്കല്പങ്ങൾ പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല. അവർക്ക് ചില പരിധിക്കകത്തും പരിധിക്ക് അപ്പുറത്തും നിന്നുള്ള ചിന്തകളുണ്ട്. ഇവിടെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാൻ മാത്രമല്ല, ഇരിക്കുമ്പോൾ ഈ വായനശാല തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, ഒരു FM റേഡിയോ, ആ ഒരു FM റേഡിയോ വെക്കാൻ വേണ്ടിയിട്ട് ബോറടിക്കായിരിക്കും. ബസ് വരാൻ ഒരു 1/2 മണിക്കൂർ ആയെങ്കിൽ അവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു FM റേഡിയോ ഞങ്ങളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൈബ്രറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് മനസ്സിലേക്ക് വരുന്ന ഒരു ആശയം ഉണ്ടല്ലോ, വലിയ വലിയ സംഭവങ്ങളായിട്ടുള്ള കുറെ ആളുകളൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ഈ നാട്ടുമ്പുറത്തേക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ബുദ്ധിജീവി പട്ടം കിട്ടുന്നവരല്ല. ഞങ്ങൾ അടിച്ചു പൊളിച്ച് നാട്ടിൽ നിൽക്കുന്നവരാ. ഇത് വന്നു നല്ല ആൾക്കാരുണ്ട്. പക്ഷെ 6 കഴിഞ്ഞ് ഇരുട്ടി വീണ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. വെളിച്ചമില്ല ഇവിടെ. ഇപ്പൊ ഇവിടെ ലൈറ്റുകളൊന്നുമില്ല. ആകെ ഇവിടെ ഒരു പോസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പലപ്പോഴും പലരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിനെ പറഞ്ഞ പോലെ ഈ ഹൈമാക്സ് ലൈറ്റ് വെക്കുന്നതിനകത്തൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല. ഞങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്താകുന്നുണ്ടോ, ആ കാണുന്ന ഒരു സാധനം 2500 രൂപ കൊടുത്തിട്ട് ഒരു 120 വാട്ട്സ് ഉള്ള ഒരു LED ബൾബ് ഞങ്ങൾ മേടിച്ചു. KCBക്ക് കൊടുത്തു. അവർ പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇവിടെ വൈകുന്നേരം കണ്ടു കഴിഞ്ഞാൽ കാര്യം സന്ധ്യ കഴിഞ്ഞാൽ ഭയങ്കര വെട്ടവും വെളിച്ചമൊക്കെയാണ്. അത് അങ്ങനെ നാട്ടിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ ചെറുതായി നിലയില്ലേ, വലുതൊന്നുമല്ല. ഞങ്ങളൊരു പുരുഷ സഹായ സംഘത്തിനൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സാമ്പത്തികം സ്വരൂപിക്കുന്നത് ഞങ്ങളുടെ 20 പേരുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. 2025 ഞങ്ങളുടെ സ്വപ്നം
ശരിക്കും പൂവണിയും. ഞങ്ങൾ എന്താണോ മനസ്സിൽ കണ്ടിരുന്നത് അത് 2025 ലാസ്റ്റോട് കൂടി ഞങ്ങൾ തീർത്തിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്യത്യസ്ത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തകരമായ കാഴ്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ജോബിൻ, ജാഗ്രത ന്യൂസ്.